ഇപ്പൊ നാളെ ചെയ്താൽ മതി എന്ന് പറഞ്ഞിട്ട് അവർക്ക് ചക്ക തിന്നില്ലെങ്കിൽ ഇപ്പൊ ചത്തുവോ? അത് പെട്ടെന്ന് കൊതി വന്നു. കൊതിയാണ് ഇവിടെ എല്ലാവർക്കും. കൊതിയുടെ ഇപ്പൊ പഠിക്കണത്. കൊതി 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 അങ്ങനെ ഉണ്ടോ? നക്കി തിന്നത് നീ എന്തിനാ കളയണത്? ഒന്നും വിടരുത്. പറമ്പിൽ കപ്പയുണ്ട്, അതും കുറച്ചെടുത്ത് തിന്ന്. ഷുഗർ എത്രയാണെന്ന് നിങ്ങളോട് പറഞ്ഞു ഡോക്ടർ? 4 നേരം ചോറ്, നേരം വെളുത്ത് രാത്രി ആവണ വരെ ചായ. ഇവിടുന്ന് കുടിക്കണ പോരാണ്ട് കടയിൽ ചെന്നിട്ടും കുടിക്കും. മധുര ഈ കൊച്ചിന് കൊണ്ടുവന്ന ബേക്കറി പലഹാരം മുഴുവൻ ആരാ തിന്നണേ? ഇത്ര കൊതി എന്താ നിങ്ങക്ക്? 450 ചത്തുപോയേനെ. ദൈവവൃത്തം കൊണ്ട് രക്ഷപ്പെട്ടത്. തളർന്നു കിടന്ന് ഞാൻ തന്നെ നോക്കണ്ടേ? ചക്കക്ക് ഇട്ട് കൈയിട്ട് വരണം. കൊടുക്കടി, ഡാഡി ചത്തുപോട്ടെ. പിള്ളേരാണെങ്കിൽ കെട്ടിയിട്. ഇതിനെ കെട്ടിയിടാൻ പറ്റുമോ? പറഞ്ഞാൽ മനസ്സിലാവൂലാത്തത്. ഇനി ഞാൻ പറയാതെ എന്തെങ്കിലും എടുത്ത് തിന്നിട്ടുണ്ടെങ്കിൽ ഇനി ചോറും ഇല്ല ഒന്നുമില്ല. നിങ്ങൾക്ക് ഗോതമ്പ് കഞ്ഞി ഉപ്പിട്ട് കുടിച്ചാൽ മതി. നിങ്ങൾ അങ്ങനെ പഠിച്ചാൽ പറ്റൂലല്ലോ. അല്ലയാ, നിങ്ങളെന്തോ ഈ ഫ്രണ്ടിലെ കഥവും തുറന്നിട്ടിട്ട് ഇവിടെ ബാക്കി വന്നിരിക്കുന്നത്? ഞാൻ തങ്കത്തിന്റെ സൗണ്ട് കേട്ടോണ്ടോ ഇങ്ങോട്ട് വന്നു. അറിഞ്ഞല്ലോ എടുത്ത വിശേഷമൊക്കെ? പിന്നെ സംഭവമൊക്കെ അറിഞ്ഞു. എന്തുവാണ് നിനക്ക് പറ്റിയത്? ഷുഗർ കൂടി തല കറങ്ങി വീണത്. നമ്മൾ ഇത് വല്ലതും അറിയണുണ്ടോ? ആശുപത്രി ചെന്നപ്പോ എന്താ ഷുഗർ 450, കൊളസ്ട്രോൾ നോക്ക് 283. എങ്ങനെയുണ്ട് കളി? ഭാഗ്യത്തിന് പ്രഷറിന് മാത്രം കുഴപ്പമില്ല. പിന്നെ പ്രത്യേകിച്ച് ടെൻഷനൊന്നും ഇല്ലല്ലോ, അതിന് വേരിയേഷൻ ഒന്നും വരില്ല. അത് സത്യം. പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ മീറ്റിംഗ് കഴിയുമ്പോഴും കൊണ്ടുവരുന്ന 6-7 വട അങ്ങ് കഴിക്കും. പിന്നെ ജ്യൂസ് കുടിക്കാൻ പുറത്ത് പോയാൽ ഡബിൾ പഞ്ചസാര ചേർത്താണ് ജ്യൂസ് കുടിക്കുന്നത്. ഞാൻ എപ്പോഴും പറയും. പിന്നെ എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടെങ്കിൽ ഉടനെ ലഡുവാ. 1-2 ലഡുവാണ് കഴിക്കുന്നത്. 5 ലഡു 6 ലഡു ഒക്കെയാണ് കഴിക്കുന്നത്. ഒരേ സമയത്ത് അടിച്ചു കയറ്റുന്നത്. പിന്നെ വേറൊരു കാര്യം, ഉച്ചയ്ക്ക് നമ്മൾ പുറത്തുനിന്ന് ചോറ് കഴിക്കുന്നെങ്കിൽ എവിടെയാ പോകുന്നത്? ആ കുട്ടപ്പണ്ണന്റെ കടയിലേ പോകത്തുള്ളൂ. അവിടെ മറ്റേ മരിച്ചീനി ഉണ്ട്. പിന്നെ മറ്റേ മീൻ വറക്കുന്ന പൊടിയുണ്ടല്ലോ, ആദ്യം ഇവന് വേണ്ടി മാറ്റി വെച്ചേക്കും അയാൾ. കുട്ടപ്പനെ എല്ലാം അടിച്ചാൽ കേട്ടു. എത്ര പറഞ്ഞാലും കേൾക്കൂല. മധുരം കുറയ്ക്ക്, ഒരു കാര്യം ശ്രദ്ധിക്കത്തില്ല. നോക്ക് തങ്കം, ഞാനും ഇവന് ഒരേ പ്രായമാണ്. ഇവന്റെ വയറൊക്കെ ചാടി നോക്കേ. 10-50 വയസ്സാണെങ്കിൽ ഇരിക്കുന്നുണ്ട. എനിക്ക് വല്ല കുഴപ്പമുണ്ടോ? കണ്ട കണ്ടു പഠിക്ക്. ഞാൻ എൻ്റെ ഹെൽത്തേ നോക്കത്തുള്ളൂ. ഞാൻ 2 ചപ്പാത്തി സാമ്പാറാണ് കഴിക്കുന്നത്. അതുകൊണ്ട് എന്താ, എനിക്ക് ഷുഗർ ഇല്ല, പ്രഷർ ഇല്ല, കൊളസ്ട്രോൾ ഇല്ല, ഒന്നുമില്ല. ഇതൊന്നും ഇല്ലാത്തൊരു മരിക്കണുണ്ട് കേട്ടോ. അത് പടച്ചോൻ വിളിക്കുമ്പോ അങ്ങ് പോയേ പറ്റത്തുള്ളൂ. അതിപ്പോ എന്തായാലും പോയേ പറ്റത്തുള്ളൂ. സത്യത്തിൽ നീ എരുതിയിൽ എണ്ണ ഒഴിക്കാൻ വേണ്ടി വന്നതാണ് ഇവിടെ. നീ എന്തുകൂടെ ഈ പറയുന്നത്? നിനക്കൊരു ആപത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഓടി വരണ്ടേ നിന്നെ കാണാൻ? അയ്യോ, നീ എന്റെ അത്രയും സുഹൃത്തല്ലേ. ദയവ് ചെയ്ത് നീ കാണാൻ വരാതിരിക്കണേന് എന്ത് വേണം? ഒരു സൈഡിൽ നിന്ന് കിട്ടിക്കൊണ്ടിരിക്കുന്നു. നീ അത് പോരാത്തോണ്ട് അവനും കൂടെ കൊണ്ടുവന്നൊക്കെയാണ്. ഇവിടെ നിന്ന് ചക്കയാണോ? കുറച്ച് ചക്ക അവിടെ കൊടു. ചക്ക നല്ലതാ. അൻസാറിന് വേണോ? എന്നാ എനിക്ക് നോക്കണ്ട, തരില്ല. അയ്യോ വേണ്ട. ഇനിയിപ്പൊ നിങ്ങളെയും കാണാൻ പാടില്ലാണ്ടാവും. നല്ലത് പറഞ്ഞു കൊടുക്കണ ഒന്നും ഇഷ്ടമല്ല. നിനക്കൊന്നും പണിയൊന്നും ഇല്ലേ? പണിയൊന്നും ഇല്ലാഞ്ഞിട്ടല്ല അളിയാ. അളിയനെ കാണാൻ വരണ്ടേ? അളിയൻ എന്തൊരു ആപത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഓടി വരണ്ടേ അളിയാ? ഇതിപ്പം ബോധം കെട്ട് കിടക്കണവന് അടിച്ചു കൊല്ലണ കണ്ടീഷനിലാണ് നിന്റെ വരവ്. അതെന്തോ? ഒന്നുമില്ല, ഞാൻ വെറുതെ ഒരു ഉപമ പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ. നീ നാളെ മുതൽ ഇതൊന്നും ആവർത്തിക്കാതിരിക്കാൻ പറഞ്ഞു എന്നേ ഉള്ളൂ. തങ്കത്തിനോട് ഒന്ന് പറഞ്ഞു എന്നേ ഉള്ളൂ. തങ്ക അത് മനസ്സിലാക്കട്ടെ എന്ന് കരുതി. തങ്ക ഈ കാര്യത്തിലൊക്കെ ഇപ്പൊ ഡിഗ്രി എടുത്തിട്ടിരിക്കുകയാണ്. അതിൽ നിന്ന് ഉള്ള അറിവ് എനിക്കിപ്പോ തന്നുകൊണ്ടിരിക്കുകയാണ്. അറിവ് കിട്ടിയിട്ടല്ലല്ലോ കാര്യം. ഈ പറഞ്ഞ രീതിയിലൊക്കെ കൺട്രോൾ ചെയ്ത് കഴിഞ്ഞാൽ ഇതെല്ലാം കൺട്രോൾ ആവും. നമുക്ക് പറയാനല്ലേ സാറേ പറ്റുള്ളൂ. നോക്കേണ്ടത് ഈ മനുഷ്യനല്ലേ. എന്റെ കണ്ണ് എനിക്ക് എപ്പോഴും ഇയാളുടെ പുറത്ത് നടക്കാൻ പറ്റുമോ? ഒന്ന് ഈ സുഹൃത്തുക്കൾ പറയുന്ന കേൾക്കണം, ഇല്ലെങ്കിൽ വീട്ടിൽ ഇരിക്കുന്ന ഭാര്യ കേൾക്കും. കൊറേ ഇത് രണ്ടും കേൾക്കരുത്. ദൈവത്തിനെയും പേടിയില്ല, ചാവാനും പേടിയില്ല. എനിക്ക് തിന്നാ മതി. തീറ്റ തീറ്റ തീറ്റ. എന്തൊക്കെയായാലും മൊത്തത്തിലൊന്ന് ഉടഞ്ഞിട്ടുണ്ട് കേട്ടാ. നീ കൂടുതൽ ഉടക്കണ്ട ഇവിടെ നിന്ന് കേട്ടാ. ചെല്ല്. അപ്പൊ ശരി, ഞാൻ പോകും. അപ്പൊ നാളെ ഇറങ്ങൂ, റോഡിലോട്ട് ഇറങ്ങൂ. എന്തിന്? അല്ല, നാളെ മറ്റേ കാറൊന്ന് പോയി നോക്കണം. അളിയാൻ വന്നാലേ അത് വാങ്ങിക്കാൻ പറ്റത്തുള്ളൂ. ഇല്ല, കാറൊക്കെ നോക്കാൻ പോകുമ്പോൾ എനിക്ക് ജ്യൂസ് കുടിക്കണമെന്ന് തോന്നണത്, ലഡു തിന്നണമെന്ന് തോന്നണത്. അതുകൊണ്ട് ഞാൻ ഇപ്പൊ ആ പരിപാടിയൊക്കെ നിർത്തി. ഇല്ല, നാളെ മുതൽ ജ്യൂസ് കുടിക്കണ്ട. വേണ്ട,
കാറ് നോക്കാതിരുന്ന പ്രശ്നം തീരുമല്ലോ. അല്ല അപ്പൊ ഞാൻ നാളെ പോയി എടുത്ത് കച്ചവടം ചെയ്തിട്ട് വിഹിതം ഇങ്ങ് എത്തിച്ചാൽ മതിയോ? നീ എന്ത് വേണോ ചെയ്തോ, ഞാനേ ഇച്ചിരി കിടക്കട്ടെ. ശരി ശരി തങ്ക, ഒന്ന് ശ്രദ്ധിച്ചു. ശരി മോളെ, ഓക്കെ. ചക്ക വേണോ ഇനി? ഓ വേണ്ട വേണ്ട, മതി. തക്കളിയേ, ആ ചക്ക തരട്ടെ ഇച്ചിരി കൂടി. അയ്യോ വേണ്ട, ഞാൻ മടുത്ത്. ആ മതിയായോ? തങ്കം, അയ്യോ അമ്മേ, ആ. ഇനി വന്നേ. എന്താണ് എഴുതുന്നേ? ആരാ വന്നേങ്ങനെ നോക്ക്. ഇതെന്താടി ഒരു മുന്നറിയിപ്പും ഇല്ലാതെ? മുന്നറിയിപ്പില്ലാതെ എത്ര തവണ നിന്റെ ഫോണിൽ വിളിച്ചെന്നറിയോ? അയ്യോ എന്തുറ്റി? സ്വിച്ച് ഓഫ് ആണോ നോക്കിയേ? വൈഷ്ണവ് എവിടെ? അവ വന്നില്ല മോനെ, ഇവിടെ ഒരു അടുത്തൊരു മരണത്തിന് വന്നത്. ആര് വിളിച്ചു? ചേണ്ട ഒരു ബന്ധു. അയ്യോ ഇരിക്കി. ആരാന്ന് മനസ്സിലായോ? രാഗിണി അല്ലേ? ഇപ്പൊ കറക്റ്റ് ആയിട്ട് ഓർമ്മയുണ്ടല്ലോ. ഇരിക്കടാ. എന്നിട്ട് ആരാ മരിച്ചെന്ന്? മരിച്ചോ? ആ അതെ, ഒരു 50 വയസ്സിനകത്തേ ഉള്ളടാ. പിന്നെ എന്തു പറ്റി? ഷുഗർ വന്നിട്ട് കാലൊക്കെ പഴുത്ത്. എൻ്റെ അമ്മേ, ഷുഗർ വന്ന് മരിക്കേ? പിന്നെ ഷുഗർ വന്നാ മരിക്കുമെന്നു. പ്രായമുള്ള ആളായിരിക്കും അല്ലേ? അധികം പ്രായമൊന്നുമില്ല, ഒരു 47-50 വയസ്സിനകത്തേ വരത്തുള്ളൂ. ആണോ? ആ 30ാമത്തെ വയസ്സിലെങ്ങാണ്ട് വന്നതാ. എന്നിട്ട് എന്താ, കാല് പഴുത്തളിഞ്ഞ്. ഞാനൊരിക്കൽ ചേട്ടനെയും കൊണ്ട് വന്ന് നോക്കാൻ, കാണാൻ വയ്യ ചേട്ടാ. കാല് പഴുത്തളിഞ്ഞ് അത് മുറിച്ചു, പിന്നെ കാലിന്റെ പാദം മുറിച്ചു, പിന്നെ ആ മുട്ട് വെച്ച്, പിന്നെ അത് കഴിഞ്ഞിട്ട് എൻ്റെ ദൈവമേ, ആ കിഡ്നി വരെ അടിച്ചു പോയി. ഇപ്പൊ മരിച്ചതോ സൈലന്റ് അറ്റാക്ക് വന്നു. ഇതേ ഒരു രോഗത്തിന് മരുന്ന് കഴിച്ച് പല രോഗങ്ങൾക്കും അടിമയാവും. അതുകൊണ്ട് ഷുഗർ വന്നാൽ ശ്രദ്ധിക്കാത്ത ആൾക്കാരുണ്ടെങ്കിൽ പറയുക. കുറച്ച് ലഡുവും ജിലേബിയാണ്. വെൽക്കം. നീ കൊള്ളാലോ, പിന്നെ മധുരം തന്നെ മേടിച്ചു തന്നേക്കണ. അത് കുഞ്ഞല്ലേ? ആണോ? എന്നാ പിന്നെ ചേട്ടന് കൊടുക്കണ്ട. എന്തെന്ന്? ഒന്നുമില്ല, ചെറിയ തുടക്കം. എത്രയുണ്ട്? ചെറുത് 50. 50 ലോ അല്ലേ? ലോയാ. നിനക്ക് എന്തേ 500-ന് 50 കുറവാന്ന്? കൊള്ളാം. അത് എന്താ പറയുക, 2 ദിവസം ഞാൻ അടുപ്പിച്ച് പായസം കുടിച്ചു കേട്ടോ. അതിന്റെ ഇതുകൊണ്ട് പെട്ടെന്ന് കൂടിയതാ, അല്ലാതെ ചേട്ടാ ഇതൊന്നും കളിയായിട്ട് എടുക്കല്ലേ. എൻ്റെ ഹസ്ബൻഡിനും ഇപ്പൊ ഷുഗറാ. ഞാനിപ്പോ ആരെങ്കിലും ഒക്കെ അടുത്തുള്ളവർ പോകുമ്പോഴേ ഇവിടുന്ന് മരുന്ന് മേടിച്ച് കൊടുത്ത് വിടുക. ഹസ്ബൻഡിന് എത്രയുണ്ട്? അതിപ്പോ 210 അത്രയൊക്കെ ഉള്ളൂ. പക്ഷെ ഇപ്പോഴേ മരുന്ന് കഴിച്ചാൽ ഈ പറഞ്ഞതുപോലെ പഴുത്തളിഞ്ഞ് കണ്ടിന്ന്. അല്ല, ഈ ക്രീറ്റോന് ഇതേപോലെ തല ഇറങ്ങി അങ്ങ് വീണ് ഞാനൊക്കെ അങ്ങ് പേടിച്ചു പോയിന്നേ. തല ഇറങ്ങിയൊന്നുമില്ല, അത് ചുമ്മാ ഇവര് പറഞ്ഞെന്നെ അങ്ങനെ ആക്കണേ. ഞാൻ തട്ടി വീണതാണ് സത്യത്തില്. കഴിഞ്ഞ പ്രാവശ്യം വന്നതിനേക്കാളും നല്ല ക്ഷീണിച്ചു. ആ ഷോൾഡറൊക്കെ ഇടിഞ്ഞ്. ഞാനോ? അത് നിങ്ങക്ക് തോന്നണായിരിക്കും വെറുതെ. ഇല്ല ഏട്ടാ, ഞാൻ പറഞ്ഞത് സത്യോ. കഴിഞ്ഞ പ്രാവശ്യത്തിനേക്കാളും ക്ഷീണിച്ചില്ലേ തങ്ക? എനിക്ക് എന്നും കാണാറിന് അറിയാൻ പാടില്ലേ. കണ്ണൊക്കെ അങ്ങ് കുഴിഞ്ഞ് ആകെ അങ്ങ്. നീ ശ്രദ്ധിക്കണം കേട്ടോ. എനിക്കും കൂടെ ആദ്യാന്നേ ഇത്. ഞാൻ എന്റെ കണ്ണ് തെറ്റി എന്തെങ്കിലുമൊക്കെ എടുത്ത് തിന്നും. സമ്മതിക്കല്ലേ കേട്ടോ. ഇന്ന് മരിച്ച ആളിന്റെ എന്റെ ദൈവമേ, കാല് മുറിച്ചത് പോട്ടെ, കണ്ണും അടിച്ചു പോയി. അതല്ലേ? തങ്ങച്ചി വെള്ളം എടുത്തേ. നീ അവിടെ ഞാൻ ഇത് എടുത്തുകൊണ്ട് വരാം, ചക്ക കൊണ്ടുവരാം. അവിടെ ഇരിക്കട്ടാ. എന്റെ ഒന്ന് കഴിച്ചു. എനിക്ക് വേണ്ട മോനെ. കഴിച്ചോ? അയ്യോ വേണ്ട. നേതാവ് ഇങ്ങനെ എന്താ വിഷമിച്ചിരിക്കുന്നത്? ഷുഗർ എന്ന് പറയുന്നത് അതൊരു അസുഖമല്ല, അതൊരു രോഗം മാത്രമാണ്. കൂടി വന്നാൽ മരിച്ചു പോകും, അത്രയല്ലേ ഉള്ളൂ. ഇങ്ങനെ ടെൻഷൻ അടിച്ച് ഒരു കാര്യമില്ല. എന്നെ നോക്ക്, എനിക്ക് ഒരു അസുഖവുമില്ല, ഞാൻ സന്തോഷമായിരിക്കുന്നില്ലേ. ഒരു പനി പോലും വന്നിട്ടില്ല. എന്നെ കണ്ടാൽ പനി അങ്ങ് പോവും. വരുമ്പോഴേ എല്ലാം കൂടെ ഒരുമിച്ച് അങ്ങ് വരും. ഞാനും ഇങ്ങനെയൊക്കെ തന്നെ വലിയ ഇതിൽ പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പോൾ വന്നപ്പോൾ ഇനി വരാനായിട്ടൊന്നുമില്ല, എല്ലാം ഉണ്ട്. ഷുഗർ മാറ്റാൻ ഒരു ഒറ്റമൂലി ഒരു മരുന്നുണ്ട്. ആലപ്പുഴയിൽ ഒരു വൈദ്യരുണ്ട്. അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഈ രോഗം ഒത്തിരി മാറും. അവിടെ നീ നിനക്ക് ഷുഗർ ഇല്ലാന്ന് പറഞ്ഞിട്ട് പിന്നെ നീ എങ്ങനെ അവിടെ പോയി വൈദ്യനെ കണ്ടു? എനിക്കല്ല, എൻ്റെ അമ്മാവന് ഷുഗർ കുറഞ്ഞോ? ഷുഗർ കുറഞ്ഞു. അതെ, നല്ല ഇതായിട്ട് കുറഞ്ഞോ? നല്ല ഇതായിട്ട് കുറഞ്ഞു. എന്നാ പിന്നെ അമ്മാവനൊന്ന് നമ്പറുണ്ട്, അമ്മാവനൊന്ന് വിളിച്ചിട്ടേ നമുക്ക് ഇതൊന്ന് ചോദിക്കാം, ആ വൈദ്യന്റെ ബാക്കി ഫീസും കാര്യങ്ങളും. പക്ഷെ അമ്മാവനെ ഇനി വിളിച്ചൊരു കാര്യമില്ല. അമ്മാവൻ മരിച്ചിട്ട് 10 കൊല്ലം കഴിഞ്ഞു. വൈദ്യം ജീവിച്ചിരിപ്പുണ്ടോ അതറിയാമോ? വൈദ്യർ ജീവിച്ചിട്ടുണ്ടാവും. ഉണ്ടാവും. ഈ എന്നത്തെ കാലത്തെ കഥയൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. പണ്ട് ഒരുപാട് നല്ല വൈദ്യന്മാരുണ്ടായിരുന്നു, ഇപ്പം എല്ലാം തട്ടിപ്പൊക്കെയാണ് നല്ല. അതുകൊണ്ട് ഇപ്പം എവിടെയോ ഒരിടത്ത് ആരോ പറയുന്നതായിട്ട് ഈ മധുരം കഴിച്ച് ഷുഗർ കുറയ്ക്കാമെന്ന്. പക്ഷെ അത് കൊള്ളായിരുന്നു. ഒരു ലഡു വെച്ച് ദിവസം തരും.
അത് കഴിക്കുക. അത് കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ വേറെ എന്തോ കൊച്ചു വ്യായാമങ്ങളും കൂടെ ഉണ്ട്. അതും കൂടെ ചെയ്ത ഷുഗർ കുറയുമെന്ന് പറയണത്. ഇവിടെ കമ്പോ തേനിയോ അവിടെ എവിടെയാണ്. യോഗയാണോ വ്യായാമം? അതറിയാൻ വയ്യ. എന്തൊക്കെ അതിന് പോയാലേ അറിയാവൂ. പക്ഷെ ഇതിനൊക്കെ പൈസയും ചിലവാകും അല്ലേ. ഈ ആൾക്കാർക്കൊക്കെ എന്തൊക്കെ രോഗങ്ങളാണ് എപ്പോഴൊക്കെ വരണമെന്ന് അറിയാൻ പറ്റില്ല. ആ ഏയ്, നീ 2 ദിവസം കൊണ്ട് ഭയങ്കര ക്ഷീണിച്ചോയില്ലടാ. ഒന്ന് ശോഷിച്ചോയില്ല. ഷുഗർ എത്ര? 450. ഒന്ന് ശ്രമിച്ചാൽ ഒരു 5 സെഞ്ചുറി വരെ എത്താം കേട്ടാ. അടിയോ ഡേയ് അളിയാ, വീര്യം കൂടിയ വല്ല ഗുളിയായിരിക്കും അവർ തരുന്നത്. അതൊന്നും കഴിച്ചും കൊണ്ട് നിങ്ങൾ വെളിയിലൊന്നും ഇറങ്ങി നടക്കരുത്. നീ ഒരു കാര്യം ചെയ്യും, ആ പഞ്ചായത്തിൽ പ്രവർത്തനമൊക്കെ അങ്ങ് നിർത്ത്. പൊതുപ്രവർത്തനമൊക്കെ നിർത്തിയിട്ട് എവിടെയെങ്കിലും ഇരുന്ന് ദേഹം അനങ്ങാതെ വേർക്കാതെ തിന്നാണ്ട് വല്ല പരിപാടി ഉണ്ടാകുന്ന നോക്ക്. ഒരു കാര്യം ചെയ്യും, നമ്മളെ പഞ്ചായത്തിൻ്റെ ഫ്രണ്ടിൽ ഒരു ടേബിളും ഒരു കസേരയും ഞാൻ ശരിയാക്കി തരാം. വരണവർക്ക് ഈ ഫോം ഒന്ന് ഫില്ലപ്പ് ചെയ്ത് കൊടുക്കാനായിട്ട്. അതിന് പറ്റൂലല്ലോ. ഒരു ഫോം ഫില്ലപ്പ് ചെയ്താൽ 10 അക്ഷരം തെറ്റി വരും. അവസാനം പഞ്ചായത്തുള്ള എല്ലാം കൂടെ ഒന്ന് കയറി നിറങ്ങി പിന്നെ എടുത്തിട്ട് അടിക്കുന്നത് അത് ഞാൻ കാണണം. അളിയാ, ഞാൻ ഇപ്പോഴാണ് ഒരു കാര്യം ആലോചിച്ചത്. നമ്മളെ പഞ്ചായത്തിൻ്റെ ഫ്രണ്ട് കിടക്കില്ലേ ജയേഷിൻ്റെ ബേക്കറി, അവിടെ ഒരു ക്യാഷ്യർ ആവശ്യമുണ്ടെന്ന് പറഞ്ഞു. ഞാൻ അവിടെ പറഞ്ഞ് റെഡിയാക്കിട്ടാ. നീ അവിടെ പോയില്ല. അതാകുമ്പോൾ ഫാനും ഉണ്ട്, വേറെ ദേഹമൊന്നും അനങ്ങണ്ട. അതെങ്ങനെ അല്ല, ഒന്നാന്തരം മുഖം അതൊക്കെ ചീത്തായി പോകും. എന്തായി? പാർട്ടി ഓഫീസിൽ പോണ്ടായ ഒന്നുമില്ല. അവിടെ പോയി കുറേ ക്ലീറ്റോ ദിവസമായില്ല അങ്ങോട്ട് പോയിട്ട്. അപ്പൊ ഒന്ന് അങ്ങനെ ഒന്ന് പോയല്ലേ. ഇതൊന്ന് വായിച്ചു നോക്കി. ഷുഗറിനെ പറ്റിയുള്ള കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. നിനക്ക് ഈ ഷുഗർ അല്ലാതെ വേറെ ഒരു കാര്യം പറയാല്ലേ? എപ്പോ നോക്കിയാലും ഷുഗർ എന്ന് പറഞ്ഞ് ഇതും എഴുതിയിട്ടുണ്ട്. എന്ത്? ഈ അനാവശ്യമായിട്ടുള്ള കോപം, അതൊക്കെ ഷുഗറിന്റെ ലക്ഷണങ്ങൾ. അപ്പൊ ക്ലീറ്റോന് മുൻപേ ഷുഗർ ഉണ്ടെന്നേ ഇതിപ്പോ ആരും അറിഞ്ഞില്ലല്ലോ. വേറെ ഒന്നുമില്ല നോക്കാൻ. ഇത് വായിച്ചു നോക്കുന്നത്. ഇത് നോക്കിയേ, കൃത്യമായ വ്യായാമം വേണം. വല്ലതും ചെയ്യണ്ടോ നിങ്ങൾ മേലനങ്ങി? ഞാനിപ്പോ പല കാര്യങ്ങൾ പാർട്ടിയുടെ പല ആവശ്യങ്ങൾക്കൊക്കെ പോകണുണ്ട്. അതൊക്കെ വ്യായാമം തന്നെയാണ്. പിന്നെ വണ്ടി എന്തെന്ന് ഇപ്പൊ അതൊക്കെ തുറക്കണേ? ഞാൻ പാർട്ടിയുടെ ഒരു റെസിപ്റ്റ് ബുക്ക് അവിടെ പാർട്ടി ഓഫീസിലും കണ്ടില്ല. അത് ഇവിടെ എവിടെയെങ്കിലും ഉണ്ടോന്ന് അറിയാൻ വേണ്ടി. പൊന്നു ക്ലീറ്റോ, എവിടെ എങ്ങാനും ഇരിക്കും ക്ലീറ്റോ. ദേ ആലപ്പുഴയിൽ ഒരു നല്ല ഡോക്ടർ ഉണ്ട്, നമുക്ക് അവിടെ ഒന്ന് പോയാലോ? ആലപ്പുഴ മാത്രമല്ല, കേരളത്തിലും അവിടെ ഇവിടെയൊക്കെ ഒരുപാട് നല്ല ഡോക്ടർമാരുണ്ട്. ഒരു സാധനം ഇത് വെക്കുകയില്ല. ഞാൻ മനുഷ്യനെ എന്തിനീ ദേഷ്യപ്പെടുന്നത്? ദേഷ്യപ്പെടുന്ന കാര്യമുണ്ട്. ഞാൻ ഇവിടെ വെച്ചിരുന്ന സാധനം കാണുന്നില്ലല്ലോ. കണ്ടോ ഈ ഓർമ്മക്കുറവ് ഷുഗറിന്റെ ലക്ഷണം. ഓർമ്മക്കുറവ് നിനക്കാ. ഒരു മനുഷ്യൻ വീട്ടിൽ കയറി വന്നിട്ട് 1 ഗ്ലാസ് വെള്ളം തന്നാ ഇത്ര സമയമായിട്ട് അതൊന്നും തരരുത്. ചോദിച്ചാൽ തരാമല്ലേ? അല്ലെങ്കിൽ തരല്. ഷുഗർ എന്ന് പറഞ്ഞോണ്ട് നിൽക്കണം, അല്ലാതെ തരണമൊന്നുമില്ല. ഷുഗർ വന്നോടുകൂടി മനുഷ്യനെ കാണാൻ പാടില്ല. എന്താ എന്ത് ചുമ്മാ ഇടുന്നു? എനിക്കറിയില്ല. സത്യമോനെ, ശനി ഞായറും വീട്ടിലിരിക്കുമ്പോഴേ ഇവിടെയൊക്കെ കുഞ്ഞു കുഞ്ഞു പുല്ല് വളർന്നു തന്നെയുണ്ട് മുറ്റത്ത്. അതൊക്കെ പറിച്ചു കളയണം കേട്ടോ. ഞാൻ പാർട്ടി ഓഫീസ് വരെ പോയിട്ട് വന്നാലോ? ഒരു അരമണിക്കൂർ. വേഗം പോയിട്ട് വന്നാ മതി. അവിടെ ആകെ പ്രശ്നമായിട്ട് കിടക്കുന്നു. പൊടിയൊക്കെ നിങ്ങളെ കൊല്ലും ഞാൻ. ഇനി അടുത്തത് അതാ ഞാൻ ചെയ്യാൻ പോണത് കേട്ടോ. എന്താ നിങ്ങളുടെ ഉദ്ദേശം? കഴിഞ്ഞ ദിവസം ഞാൻ മര്യാദക്ക് പറഞ്ഞത് ഇവിടെ ഇരിക്കും ക്ലീറ്റോന്ന്. അയ്യോ പോടി പാർട്ടിനെ രക്ഷിക്കാൻ. ആ പോയ പോക്കിലെ തലയിറങ്ങി വീണെങ്കിലോ? നിങ്ങളൊരു മനുഷ്യ കുഞ്ഞ് തിരിഞ്ഞു നോക്കോ? നിങ്ങളുടെ സ്വഭാവത്തിന് തിരിച്ചിവിടെ വന്ന് കയറിയത് കൊണ്ട് ആശുപത്രി കൊണ്ടുപോകാൻ പറ്റി. എന്നിട്ട് പിന്നെ തുള്ളാൻ പോണ്. എന്താ നിങ്ങളുടെ ഉദ്ദേശം? എനിക്ക് അറിയാൻ പാടില്ല. ഡോക്ടർ എന്താ നിങ്ങളോട് പറഞ്ഞത്? അടങ്ങി ഒതുങ്ങി ഭക്ഷണമൊക്കെ കൺട്രോൾ ചെയ്ത് വീട്ടിലിരിക്കാനാ പറഞ്ഞത്. ഇതോടൊക്കെ കൂട്ടുകാരൻ ഡോക്ടറാന്നോർത്ത് ഒരുപാട് പൈസയൊന്നും കുറച്ചൊന്നും തന്നിട്ടൊന്നുമില്ല. 4300 രൂപയായി മരുന്നും ടെസ്റ്റും എല്ലാം കൂടി. എനിക്ക് ആ മിഷൻ ചവിട്ടണം, എന്നാലേ അത് ഉണ്ടാവുള്ളൂ. മിണ്ടായിരിക്കോ? ഇപ്പൊ പറഞ്ഞു ഡാഡിക്ക് പ്രഷർ കയറ്റിക്കോ. ഓ എന്റെ പിന്നെ എനിക്ക് ദേഷ്യം വരും.
എന്നെ ഇങ്ങനെ ചീത്ത പറയിക്കാൻ വേണ്ടി ഓരോന്ന് പറയല്ലേ എന്റെ പൊന്ന് ക്ലീറ്റോ. ഞാൻ നിങ്ങളുടെ കാല് പിടിക്കാം. കാലം കൂടെ മാറ്റ്. പിന്നെ അൻസറാമൻ അളിയ നിനക്കെന്തു പറ്റി? നീ വീണ്ടും വീണെന്ന് പറയുന്നതായിട്ട്. എന്റെ അൻസാറെ, ഞാൻ അന്ന് മലയാളത്തിൽ പറഞ്ഞ എവിടെ ഇരിക്കാം. അന്ന് പാർട്ടി ഓഫീസിലോട്ട് വന്നില്ലേ സുഖമില്ലാതെ ആയിക്കഴിഞ്ഞതിന് ശേഷം. തിരിച്ചുവിടാൻ വന്ന് ദേ പിന്നെയും ബോധം കിട്ടും. പിന്നെയും ചുമന്നുകൊണ്ട് ഞാൻ ആശുപത്രിയിലോട്ട് ഓടി. എനിക്ക് ഇത് തന്നെയാണല്ലോ പണി. ഇപ്പൊ പിന്നെ കാര്യങ്ങളൊക്കെ ഭംഗിയായി കേട്ടോ. ഷുഗറും കൊളസ്ട്രോളും ആദ്യമേ തന്നെ ഉണ്ടല്ലോ. ഇപ്പൊ പ്രഷറും കൂടി ആയിട്ടുണ്ട്. പിന്നെ കരളിന്റെ കാര്യത്തിൽ ഉടനെ ഒരു തീരുമാനമാകുമെന്ന് പറഞ്ഞിട്ടുണ്ട്. എല്ലാ ദിവസവും അതിനു വേണ്ടി ശ്രമിക്കുന്നുണ്ടേ. ഇരിക്കണോട്ടോ. അല്ല തങ്കം, ഇവനെ മറ്റേ ശാന്ത ക്ലിനിക്കിലാണോ കൊണ്ടുപോയത്? അവിടെയല്ലേ പോളൂ. കൂട്ടുകാരൻ ഡോക്ടർ പറഞ്ഞാലേ വിശ്വാസമുള്ളൂ. എന്റെ പൊന്നളിയ, അളിയൻ വീണ്ടും അവിടെ പോയാ? അപ്പൊ അളിയ ഒന്നും അറിഞ്ഞില്ലേ? എന്റെ അളിയ അവിടെ ശാന്ത ക്ലിനിക്കിന്റെ ഫ്രണ്ടിൽ രാവിലെ തൊട്ട് പോലീസും പട്ടാളമാണ്. എന്തിന്? എന്റെ അളിയ അവൻ വ്യാജൻ ഡോക്ടറാണെന്ന്. ശാന്തൻ ഡോക്ടറാ? അവൻ വ്യാജൻ, പക്ക ഫ്രോഡ് ശാന്തൻ. ഇതേ സംഭവം പ്രശ്നമായത് എങ്ങനെയാണെന്ന് അറിയാമോ? ഈ അവരുടെ റിസൾട്ടിലൊക്കെ കുറെ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. അതിനെപ്പറ്റിയൊക്കെ കുറെ അപവാദങ്ങളൊക്കെ ആൾക്കാർ പറഞ്ഞുകൊണ്ട് നടന്നു. അവരുടെ റിസൾട്ട് ഒന്നും ശരിയല്ല, ഡോക്ടർ ശരിയല്ല എന്നൊക്കെ. അപ്പം ഏതോ ഒരു വാർത്താ ചാനലുകാർ എന്ത് ചെയ്യുന്നറിയോ? മൃഗങ്ങളുടെ കുറെ സാമ്പിൾ, രക്തസാമ്പിൾ കൊണ്ടുവന്ന് ഇവിടെ ടെസ്റ്റ് ചെയ്യാൻ കൊടുത്തു. ഇവന്മാര് മനുഷ്യർക്കുള്ള എല്ലാ അസുഖങ്ങളും മൃഗങ്ങൾക്ക് ഉണ്ടെന്ന് പറഞ്ഞ് റിപ്പോർട്ട് കൊടുത്തു. പ്രഷർ, ഷുഗർ, കൊളസ്ട്രോൾ എന്ന് വേണ്ട എല്ലാ സംഗതി ഇവന്മാർ അടിച്ചു കൊടുക്കുക. ഇവനൊരു കുഴപ്പമില്ലായിരുന്നു. നീ എനിക്ക് മെനഞ്ഞാതെ തോന്നി. അപ്പൊ ക്ലീറ്റോന്റെ ബ്ലഡ് റിസൾട്ട് തെറ്റായിരിക്കും. പിന്നല്ലാതെ എനിക്ക് ഒരു കുഴപ്പമില്ല. പിന്നെ വെറുതെ ഉമ്മായിരുന്നു തന്നെ ഒരാളിന് എന്തെങ്കിലും ഒരു ഇത് തോന്നിക്കഴിഞ്ഞാൽ ഉടനെ പറഞ്ഞു രോഗിയാക്കിക്കോണം കേട്ടോ. എന്തൊക്കെയാണ് എന്നെ പറഞ്ഞത്? തക്കളേ പോയ ലഡു എടുത്തോടി. എനിക്കൂടെ ഒരെണ്ണം എടുത്തു. ഇനിയിപ്പൊ മാറിന്ന് വിചാരിച്ചിട്ട് ഇനി ആ മധുരം കഴിക്കൊന്നും വേണ്ട. ഷുഗറൊക്കെ എപ്പോ വേണമെങ്കിലും വരാവുന്ന അസുഖമുള്ളൂ. തക്കളേ ലഡു മാത്രമാക്കണ്ട, ജിലേബി കൂടെ എടുത്തോടി. അപ്പൊ അളിയ ഇത് നമുക്കൊന്ന് ആഘോഷിക്കണ്ടേ? ഒരു നമുക്ക് കേക്ക് മുറിക്കണല്ല, നമുക്ക് ലഡു തിന്ന് കേക്ക് മുറിച്ച് ഇതടിച്ച് ആഘോഷിക്കാം. അതെ അതെ അതെ, ആയിക്കോട്ടെ. അതെല്ലാം ക്ലിയർ ആവും. എടി ഇതൊക്കെ ചെയ്തുകൊണ്ടിരുന്ന ഒരു അസുഖവും വരൂല. അതെ, ഇതൊന്നും ചെയ്യാതെ ഇതിനെയൊക്കെ പേടിച്ച് നിന്നാൽ ഇല്ലാത്ത എല്ലാ അസുഖങ്ങളും വരും. ഈ കണ്ട ഇത്രയും നാൾ ക്ലീറ്റോയ്ക്ക് ഒരു അസുഖം വന്നില്ലല്ലോ. ക്ലീറ്റോ ഇനി അങ്ങനെ തന്നെ ആയിരിക്കും.